മുന്നേ ഞങ്ങൾ ചെറിയ ചെറിയ സമയങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ ഹാപ്പി ആക്കി വെക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഹാപ്പി ആക്കി വെക്കലുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഹെൽത്തി അല്ലാത്ത സമയത്ത് നിൽക്കുമ്പോഴാണ് അന്നൊക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നുന്നത്. പക്ഷെ ആ തോന്നലൊന്നും ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് വന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഋതുവിന്റെ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും അതേപോലെ തന്നെ അത്രയും വേണ്ടപ്പെട്ടവര് അറിയുന്നവരൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തോ വലിയൊരു ഗ്രേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്ത് ഈ ഒരു സമയത്ത് നീ ഓൻ ഇട്ടുപോയില്ലല്ലോ, ഓൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളതൊരു അബ്നോർമലാക്കി മാറ്റിയല്ലേ. ഋതുവിന്റെ കാര്യം നോക്കുക അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവനക്കും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ആരുടെ കാര്യമാണെങ്കിലും രണ്ടുപേരും കൂടെ ഒരു ലൈഫ് മൂവ് ഓൺ ചെയ്യുമ്പോൾ ആ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് രണ്ടുപേരുടെയും ആവശ്യമാണ്, അല്ലേ? അങ്ങനത്തെ ഒരു ലൈഫിലാണ് ഏത് അപ്സ് ആൻഡ് ഡൗൺസിലും നമ്മളേതായിട്ടുള്ള ഒരു ജോയ്ഫുൾ മൊമെന്റ്സ് മേക്ക് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോട്ടെ.